അർജുൻ്റെ സിനിമ ബ്ലാസ്റ്റ്, ആ പടം നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഈ നല്ലൊരു സിനിമ നിങ്ങൾക്ക് മിസ്സാവും. നിങ്ങൾ ഒരു കാരണവശാലും ഈ സിനിമ നിങ്ങൾ മിസ് ചെയ്യരുത്. ഗംഭീര സിനിമയാണ്. ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ അടുത്തൊന്നും ഇത്രയും ഒരു ക്രാഫ്റ്റുള്ള, ഇത്രയും നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു പടം അടുത്തൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഈ പടം കാണാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തിയേറ്ററിലും കളിക്കുന്നതൊക്കെ ദൃശ്യവും കാട്ടാളൻ കളിക്കുന്നു. പക്ഷേ ഈ പടം നല്ലതാണെന്നുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള റിവ്യൂ കണ്ടപ്പോൾ മനസ്സിലായി ഈ പടം ഗംഭീര പടമാണെന്നുള്ളത്. അപ്പോൾ ഈ പടം കളിക്കാനായിട്ട് തിയേറ്റർ ഇല്ല. ഇപ്പോൾ തിയേറ്ററുകാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അർജുൻ പടമല്ലേ, ഒരു സാധാരണ പടം, അതിനെല്ലാവരും ചവിട്ടി. ഇപ്പോൾ എന്തുണ്ടായി, ഈ പടം കളിക്കുന്നിടത്തൊക്കെ ഹൗസ്ഫുള്ളാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കിട്ടാനില്ല. തിയേറ്ററിൽ എന്നാലും ടിക്കറ്റ് കിട്ടാനില്ല. ഇപ്പോൾ കുറച്ച് തിയേറ്ററിൽ കളിക്കാൻ എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ 1 ഷോ 2 ഷോ ഒക്കെ അതിന് കളിക്കുന്നത്. ഇപ്പോൾ നാളെ മുതൽ എല്ലാ തിയേറ്ററിലും 3 ഷോ 4 ഷോ 5 ഷോ ആക്കി. അതുപോലെ തന്നെ ദൃശ്യം കുറേ തിയേറ്ററിൽ നിന്ന് മാറ്റി ഈ ബ്ലാസ്റ്റ് കളിക്കാൻ പോകണം. എന്താണ്, ഒരു കാരണവശാലും നമുക്ക് സൂര്യനെ കൈകൊണ്ട് മറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല സിനിമേനെ ഒരു കാരണവശാലും തിയേറ്ററുകാർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർക്കത് എടുത്ത് കളിച്ചേ പറ്റൂ. അത്ര മനോഹരമായുള്ള പടം. അർജുനൊക്കെ ഇത് രസമായിട്ട് അഭിനയിച്ചോന്നറിയാം. അതുപോലെ തന്നെ ഈ പ്രീതി മുകുന്ദൻ എന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യയായിട്ട് നമ്മുടെ അഭിരാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തടിയൊക്കെ കുറച്ച് എന്ന് സിനിമാ ലോകത്ത് വന്നോ ആ ഒരു ഫീലിങ്സ് നമ്മൾക്ക് കിട്ടുന്നത്. തടിയൊക്കെ കുറച്ച് നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്താ പറയുക, ഞാൻ ഒന്നും പറയില്ല. ഇതിൻ്റെ റിവ്യൂ നമ്മൾ പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പോയി തിയേറ്ററിൽ കണ്ടിട്ട് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ദൃശ്യം പോലെയുള്ള ഒരു സിനിമ നിങ്ങൾ കാണാണ്ടിരിക്കുക. ഇനിയെങ്കിലും നിങ്ങൾ കാണാതിരിക്കുക. കാണാത്തവരോട് നിങ്ങൾ ഇങ്ങനെയുള്ള സിനിമകൾ പോയിട്ട് കാണും. ഇൻട്രോയിലൊക്കെ എന്ത് വേഗം പോയെന്നറിയാം. പടം കഴിഞ്ഞപ്പോൾ നമുക്ക് സങ്കടമായി, ഇത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്കൊരു സമാധാനം, നമുക്കിനി നാളെയും പോയി ആ സിനിമ കാണാലോ ഒന്നും കൂടി എന്ന്. ഇനി കാണണം, ഒന്നല്ല ഒരു 5 പ്രാവശ്യം കാണണം. അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമ്മളിത്രയും പ്രതീക്ഷിച്ചില്ലാട്ടോ ഒരു തമിഴ് സിനിമ. അതും അർജുൻ ഇപ്പോൾ വല്ലപ്പോഴേക്കിന് സിനിമ ഇറക്കണത്. എന്നിരുന്നാലും അർജുൻ്റെ ആ ഒരു പഴയ ഒരു ഫൈറ്റിൻ്റെ ഒരു ആവേശം ഈ പടത്തിൽ മൂപ്പർ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ 3 പേരും കരോട്ടക്കാരാണ്. ഒരു കരോട്ട സംഭവമാണ് കാണിക്കുന്നത്. പക്ഷേ കരോട്ട അല്ല പടം. പടത്തിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കഥയത്. ഇതിൽ വില്ലന്മാരായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, അസാധ്യ വില്ലന്മാരാണ്. പേരൊന്നും അവരൊന്നും അറിയില്ല, നമ്മൾ പല കടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഗംഭീര വില്ലന്മാരായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കാണണം. ഇതാണ് നിങ്ങൾ കാണേണ്ടത്. ഞാനീ സിനിമയുടെ ഡീറ്റെയിൽസ് ഒന്നും പറയരുത്. ഈ സിനിമ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല സിനിമ നിങ്ങൾ മിസ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ ദൃശ്യം സിനിമയ്ക്ക് ഇപ്പോൾ 2 അടി കിട്ടാൻ പോകുന്നു. ഒന്ന്, കാട്ടാളം വന്നപ്പോൾ കുറേ തിയേറ്റർ ഒഴിഞ്ഞു കൊടുക്കേണ്ട വന്നു. ഇനിയിപ്പം നാളെ മുതൽ എല്ലാ തിയേറ്ററിലും ഈ ബ്ലാസ്റ്റ് കളിക്കാൻ പോവുക. അപ്പോൾ ദൃശ്യത്തിന് 2 തിയേറ്ററിൽ നടന്നിടത്ത് 1 തിയേറ്ററിലാവും. അങ്ങനെ ദൃശ്യത്തിൻ്റെ കൂത്തമ്പി തമിഴ്നാട്ടിൽ ഈ പടം കയറി ക്ലിക്കായി, അർജുൻ്റെ പടം. അതോടുകൂടി എന്തുണ്ടായി, ദൃശ്യം പടത്തിന് ആളില്ല, കറുപ്പ് പടത്തിന് ആളില്ല, എല്ലാ ആൾക്കാരും ഇപ്പോൾ ബ്ലാസ്റ്റാണ് കാണുന്നു. അതേപോലെ തന്നെ തെലുങ്കിൽ, അതുപോലെ തന്നെ കന്നഡത്തിൽ, എല്ലാ ഭാഷയിലും ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഷയിലും ഇട്ടിച്ച് കയറുന്ന ആൾക്കാർ. അത്ര മനോഹര സിനിമയാണിത്. അപ്പോൾ എൻ്റെ പ്രേക്ഷകർ, റിവ്യൂ കാണുന്ന പ്രേക്ഷകർ, ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്. മിസ് ചെയ്യാണ്ട് പോയി തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് കമൻ്റ് ഇട്ടോളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടറുടെ പേര് സുഭാഷ് എന്നാണ്. എത്ര മനോഹരമായിട്ടാണ് ഡയറക്റ്റ് ചെയ്തോണം അദ്ദേഹം. ഇവിടെയുള്ള മലയാള ഡയറക്ടർമാർ പോയി കണ്ട് പഠിക്കട്ടെ. എങ്ങനെയാണ് സ്ക്രീൻ പ്ലേ എഴുതുക, എങ്ങനെയാണ് പ്രേക്ഷകരെ പിടിച്ചിരുത്തുക, എങ്ങനെയാണ് ഒരു ഫൈറ്റ് കമ്പോസ് ചെയ്യുക എന്നൊക്കെ കണ്ട് പഠിക്കട്ടവരൊക്കെ. മലയാളികൾ കുറേ പഠിക്കാനുണ്ട്. അതിങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ അവർക്ക് അതൊരു ട്യൂട്ടോറിയലായിട്ട് ഇരിക്കട്ടെ.
ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ റിവ്യൂ ഇവിടെ നിർത്താം. നിങ്ങളെല്ലാവരും മിസ് ചെയ്യാണ്ട് ആ പടം പോയി കാണുക.